ഹായ്, മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ എന്നിവരുടെ ഡയറക്ഷനിൽ ഇപ്പോൾ മനോരമ മാക്സ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ ചിത്രമായിരുന്നു പഞ്ചായത്ത് ജെട്ടി എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ സംവിധായകർ തന്നെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ രചന നാരായണൻകുട്ടി, അതുപോലെ തന്നെ നമ്മുടെ സരിൻകുമാറൊക്കെ തന്നെ ലീഡിംഗ് റോളിലൊക്കെ എത്തുന്നുണ്ട്. സിനിമയുടെ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് കുടുങ്ങാശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പഞ്ചായത്തിലാണ്. ഇതിൽ ആ ഒരു പഞ്ചായത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ആയിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നതെന്ന് പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു ചിത്രം സമ്മാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 പോലൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു സിനിമയുടെ കഥ നോക്കി കാണുമ്പോഴത്തേക്കും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതും സിനിമയുടെ ലെങ്ത് എന്നുള്ളത് 2.5 മണിക്കൂർ എടുത്ത് പോകുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത്. ശരിക്കും എഡിറ്റർ ഇതിൻ്റെ അത് പ്രധാന പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ കൊണ്ട്, മാക്സിമം 3/4 മണിക്കൂർ കൊണ്ട് ഈ സിനിമ അവസാനിക്കും. അതിന് പകരം നിങ്ങൾക്കറിയാലോ, തിരക്കഥയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ, കുറേ ഹ്യൂമർ സിറ്റുവേഷനൊക്കെ ആഡ് ചെയ്ത് ലെങ്ത് ആക്കാറുണ്ട്. ഇവിടെ ആ പരിപാടിയൊക്കെ തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹ്യൂമറും അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ ഇംപ്രസീവ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഇമ്പാക്ട്ഫുൾ അല്ലാതെയും പോയി എന്നുള്ളിടത്താണ് ഈ കഥ മൊത്തത്തിൽ ഇംപ്രസ് ആകാതെ പോയതിനുള്ള റീസൺ എന്നുള്ളത്. പിന്നീടുള്ളത് പ്രകടനങ്ങൾ അത്യാവശ്യമൊക്കെ തന്നെയാണ്. എടുത്തു പറയേണ്ടത്, ഈ സിനിമയ്ക്കുള്ളിൽ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സലീം ഹസൻ എന്ന് പറയുന്ന ആക്ടറാണ്. ശരിക്കും പറഞ്ഞ് ഈ സിനിമയിലെ കുറച്ച് നല്ല മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ പ്രകടനം തന്നെയായിരുന്നു. നല്ല രീതിയിലാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി 2ാം പകുതിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിലൂടെ പ്രേക്ഷകരിലേക്ക് സമ്മാനിക്കുന്ന കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം വർക്കൗട്ടായിരുന്നു കേട്ടോ. അത്രയും ഇൻറ്റൻസീവ് ആയിട്ടാണ് പുള്ളി ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഓക്കെ തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പ്രതീക്ഷ എന്നുള്ളത്, രഞ്ജിത്ത് രാജാണ് മ്യൂസിക് വർക്ക്, ജോസഫിൻ്റെ ഉൾപ്പെടെയുള്ള മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് വർക്ക് പ്രതീക്ഷിച്ചിരുന്നു. മ്യൂസിക് വർക്കും അത്യാവശ്യം ശരാശരിയായിട്ട് തന്നെയാണ് ചിത്രത്തിനുള്ളിൽ നിൽക്കുന്നത്. പിന്നെ DOP കാഴ്ചയാകട്ടെ അത്രയും വലിയ മരമൊന്നും പറയാൻ സാധിക്കില്ല, ഒരു ഓക്കെ ഫീൽ നൽകുന്ന ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ചയെന്നും പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ചിരിക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ വലിയ ചിരിക്കാനൊന്നും വന്നില്ല. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹ്യൂമർ ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത്രയും കണക്റ്റ് ആയില്ല. ഈ സിനിമ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മറിമായം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, മഴവിൽ മനോരമയാണെന്ന് തോന്നുന്നു, ആ ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് കാണാറില്ല, എനിക്കതുകൊണ്ട് എങ്ങനെയാണ് ആ സംഭവം ഒന്നും അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 5.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10ൽ 5.5. സിനിമ U സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. സോ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.